CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾക്ക് സാധ്യത. സമ്മേളന റിപ്പോർട്ടിന്മേലുള്ള പൊതു ചർച്ചയിലാകും വിമർശനങ്ങൾ ഉയരുക. കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകളെക്കുറിച്ചും വിവിധ മന്ത്രിമാരുടെ പ്രകടനത്തിലെ പോരായ്മകളെക്കുറിച്ചും സമ്മേളന റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട്. തുടർഭരണം മൂല്യച്യുതി ഉണ്ടാക്കിയെന്നും നേതൃത്വം തിരുത്തണം എന്നത് അടക്കമുള്ള വിമർശനങ്ങളും പൊതു ചർച്ചയിൽ പ്രതിനിധികൾ ഉന്നയിക്കുമെന്നതിൽ തർക്കമില്ല. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസമാണ് ഇന്ന്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ടല്ലേ? നിഖിൽ, കഴിഞ്ഞ ദിവസത്തെ പ്രതിനിധി സമ്മേളനം തൊട്ട് വലിയ വിമർശനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം സമ്മേളനത്തിൽ അവതരിപ്പിച്ച സമ്മേളന റിപ്പോർട്ടിൽ തന്നെ വലിയ വിമർശനങ്ങളുണ്ട്. പ്രത്യേകിച്ച് വിവിധ വകുപ്പുകളുടെ പരാജയം, ആരോഗ്യ വകുപ്പ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ഏതാണ്ട് പാളിയ മട്ടിലാണ്. ആരോഗ്യ വകുപ്പിലൊരു മന്ത്രിയില്ലാത്ത അവസ്ഥ തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. CPM സമ്മേളനത്തിൽ നിന്ന് ഇന്ന് കൂടുതൽ ശക്തമായ വിമർശനങ്ങൾ സർക്കാരിനും വിവിധ വകുപ്പുകൾക്കും എതിരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകൾ, മേയർ ആര്യ രാജേന്ദ്രന്റെ ചില നടപടികൾ, ഒപ്പം വിവിധ സമ്മേളനങ്ങളിൽ പ്രത്യേകിച്ച് സർക്കാരിനെതിരെ വരുന്ന ആരോപണങ്ങൾ എന്നിവയെല്ലാം ചർച്ചയ്ക്ക് വരും. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളും ഇന്നത്തെ യോഗത്തിൽ പ്രതിനിധികൾ ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് സമാനമായ രീതിയിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ശൈലിയടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള വിമർശനമായിരിക്കും ഇന്ന് പൊതുചർച്ചയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സമ്മേളന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ഈ രീതിയിലുള്ള സ്വയം വിമർശനാത്മകമായ ഒട്ടനവധി കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ SFIയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ, DYFIയുടെ പോരായ്മകൾ, നേതാക്കൾ ഉൾപ്പെടുന്ന വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ ഏരിയ സമ്മേളനങ്ങളടക്കം മത്സരങ്ങൾ ഉണ്ടായത്, ലോക്കൽ സമ്മേളനങ്ങളിൽ തല്ലും പിടിയുമൊക്കെ ഉണ്ടായത്, അങ്ങനെ വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുള്ള സംഘടനാ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ മേലുള്ള വിശദമായ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനു മുൻപ് നടന്ന എല്ലാ സമ്മേളനങ്ങളും എന്നപോലെ ഇപ്പോൾ അത് ബ്രാഞ്ച് മുതൽ മുകളിലേക്ക് ഇപ്പോൾ ജില്ലാ സമ്മേളനം വരെ എത്തി നിൽക്കുമ്പോൾ ആ സമ്മേളനങ്ങളെല്ലാം സർക്കാരിനെതിരെ വരുന്നിട്ടുള്ളത് വലിയ രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരം വിമർശനങ്ങൾ ഈ ഘട്ടത്തിലും ആവർത്തിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. നിഖിൽ, ശരി പ്രജിത്ത്, CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസമായി ഇന്ന് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട്. സമ്മേളന റിപ്പോർട്ടിന്മേലുള്ള പൊതു ചർച്ചയിലാകും വിമർശനങ്ങൾ ഉയരുക. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും പ്രജിത്ത് മോഹൻ.